എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ചു മുന്നേ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്കിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കടലപ്പൊടിയാണ്. കടലപ്പൊടി കൂടാതെ സ്കിൻ വൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേതാ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ കടലപ്പൊടി ഉപയോഗിച്ചിട്ട് പല പല ഫേസ് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റും അതുപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ എങ്ങനെ ഉണ്ടാവുക ആ ഒരു എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ക്ലെൻസിങ് എഫക്റ്റും അതുപോലെ സ്ക്രബിങ് എഫക്റ്റും സ്കിൻ വൈറ്റനിങ് എഫക്റ്റും ബ്രൈറ്റനിങ് എഫക്റ്റും എല്ലാം തരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിന്റെ നിറം കൂട്ടാനും അതുപോലെ തന്നെ തിളക്കം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന പാക്കാണ്. അപ്പൊ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടേ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അപ്പോൾ വൈകാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. കടലപ്പൊടിയും കടലമാവൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ കടലപ്പൊടി എന്നാണ് പറയാറുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി തന്നെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം തൈര് എടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. അപ്പം ആവശ്യത്തിന് ഇതൊരു പേസ്റ്റ് ആക്കേണ്ട അത്രയും പാലൊഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണം. നല്ലോണം വാട്ടറി ആവാൻ പാടില്ല. നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒലിച്ചു പോകാൻ പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി വേണം. അപ്പോൾ കടലപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. കരുവാളിപ്പ് മാറ്റാനും അതുപോലെ ഡെഡ് സെൽസൊക്കെ കളയാൻ നല്ലതാണ്. കാപ്പിപ്പൊടി ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടാനും ഗ്ലോ ഒക്കെ കൂട്ടാൻ സഹായിക്കും. കസ്തൂരി മഞ്ഞൾ നമ്മുടെ മുഖത്തിനൊരു ഗോൾഡൻ കളർ തരാൻ സഹായിക്കും. അതുപോലെ പാലാണെങ്കിൽ നല്ലോണം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അതുപോലെ കൈവിരലും നന്നായിട്ട് വൃത്തിയാക്കിയിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് പിന്നെ വെയിലത്ത് പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്കിത് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് ഡ്രൈ ആവും. അപ്പോൾ കഴുകിക്കളയുക. നല്ലോണം വലിയുന്ന അത്രയും നിങ്ങൾ ഡ്രൈ ആക്കാൻ വെക്കരുത്. നമുക്കൊരു മനസ്സിലാവില്ലേ ഡ്രൈ ആവുന്ന അവസ്ഥ. ആ ഒരു സമയത്ത് നമുക്ക് കഴുകിക്കളയാം. സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ വെള്ളത്തുള്ളികളൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് മസാജ് ചെയ്യുക. വളരെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത പാക്ക് നമ്മുടെ സ്കിന്നിലോട്ടേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. ഞാനിതിപ്പോൾ കഴുകി വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. നല്ലൊരു തിളക്കവും അതുപോലെ കരുവാളിപ്പൊക്കെ മാറിയിട്ട് നിറമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കാണ്. നല്ലൊരു സ്കിൻ വൈറ്റനിങ് എഫക്റ്റ് തരുന്ന പാക്കാണ്. കാരണം കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് സ്കിന്നിൻ്റെ നിറം കൂട്ടാൻ സഹായിക്കും. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റനിങ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായി, കരുവാളിപ്പ് മാറിയോ, നിറം കൂടിയോ, ഗ്ലോയിങ് എഫക്റ്റ് ഉണ്ടായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്പ് ആവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്ന് പറയാറുള്ളത് പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.